يا أيها الذين آمنوا لا تتخذوا عدوي وعدوكم أولياء الله പറയുന്നു എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ സംരക്ഷകരാക്കല്ലേ ഒരുത്തനെയും വിശ്വസിക്കല്ലേ എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങളെ സംരക്ഷകണം ഏൽപ്പെടുത്തല്ലേ അവരെ നിങ്ങളെ സംരക്ഷിക്കൂല അവരൊരിക്കലും നിങ്ങളെ സംരക്ഷിക്കാൻ വരൂല നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് NRC പഠിപ്പിക്കാൻ വരുന്ന ഫാസിസ്റ്റുകളെ പടിയടച്ച് പിണ്ടം വെച്ചോ അത് ഇബാദത്താണ് നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ വരുന്ന ഹിന്ദുക്കൾക്ക് വെള്ളം കൊടുത്തോ സംഭാരം കൊടുത്തോ തൈര് കൊടുത്തോ സാമ്പാർ കൂട്ടി ചോറ് കൊടുത്തോ 3 ദിവസം നമ്മുടെ വീട്ടിലവർക്ക് പായ വിരിച്ചു കൊടുക്ക നമ്മുടെ സഹോദരങ്ങളാ നമ്മുടെ രക്തമാണവര് ഇവിടത്തെ ഹിന്ദുക്കൾ നമ്മുടെ രക്തമാണ് അവർക്ക് 3 ദിവസം നമ്മുടെ വീട്ടിൽ ഭക്ഷണം കൊടുത്ത് നിങ്ങൾ ആതിഥേയ മര്യാദ സ്വീകരിച്ചോ പക്ഷെ ഒരു RSS കാരനെ വീട്ടിൽ കേട്ടരുത് ഒരു BJP കാരനെ വീട്ടിൽ കേട്ടരുത് ഇത് അല്ലാഹുവിന്റെ ഖുർആനിന്റെ സമീപനമാണ് ലാ തത്തഖിദു അദുവി വഅദുവകും ഔലിയാ എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങളെ സംരക്ഷകരാക്കരുതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂക്ഷിച്ചാ നമ്മൾ ദുഃഖിക്കണ്ട അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തിയത് രണ്ടാമത്തെ ശത്രു നിന്നോട് ദേഷ്യമുള്ള മുനാഫിഖാണ് നമ്മൾ നോക്കുമ്പോ മുസ്ലിം പേരാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന വേദനകൾ എന്റെയും നിങ്ങളുടെയും ഭാര്യമാരാണ് എന്റെയും നിങ്ങളുടെയും പെണ്ണന്മാരാണ് എന്റെയും നിങ്ങളുടെയും പെൺമക്കളാണ് ക്രൂരമായ ബലാത്സംഗങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നതെങ്കിൽ നിങ്ങൾ സഹിക്കുമോ ഞാൻ സഹിക്കുമോ ഇതങ്ങ് ആസാമിലായതുകൊണ്ട് കാശ്മീരിലായതുകൊണ്ട് UP-യിലായതുകൊണ്ട് അവര് നമ്മുടെ സഹോദരങ്ങളല്ലാതാകുമോ ഈ ലൈറ്റ് കണ്ടില്ലേ ഈ ലൈറ്റിൽ നിന്ന് അടുത്ത ലൈറ്റിലേക്ക് അവിടെ നിന്ന് അടുത്ത ലൈറ്റിലേക്ക് ഇവിടെ ഈ വയറിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്താൽ ഇവിടത്തെ ഒരു ലൈറ്റും പിന്നെ കത്തൂല എന്തുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയാതെ ഈ ലൈറ്റിൽ നിന്ന് അടുത്ത ലൈറ്റിലേക്കുള്ള ഒരു വിദ്യുത് ശക്തിയുടെ പ്രവാഹമുണ്ട് ആ ഒരു പ്രവാഹമാണ് ഈ ലൈറ്റുകളെ കത്തിക്കുന്നത് എന്റെയും നിങ്ങളുടെയും ഇടയിൽ ഒരു പരിശുദ്ധ തൗഹീദ് എന്ന ഈമാൻ എന്ന് പറയുന്ന നമുക്ക് കാണാൻ കഴിയാത്ത ഒരു പ്രവാഹം ഇങ്ങനെ ഓടുകയാ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വരുന്ന വിഷമം എന്റെ വിഷമമാകുന്നത് കാശ്മീരിലെ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന വിഷമങ്ങൾ നമുക്ക് വിഷമമായില്ലെങ്കിൽ നമ്മൾ മോമിനീങ്ങളല്ല നമ്മളത് മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മുനാഫിഖീങ്ങളെ നമ്മൾ കരുതിയിരിക്കുക നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഒളിച്ചു വെക്കാനൊന്നുമില്ല നമുക്ക് കള്ളമില്ല നമുക്ക് കാപട്യമില്ല അതുകൊണ്ട് തുറന്നു പറയാം എന്റെ പ്രിയപ്പെട്ടവരെ അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന പറയുന്നതിന് ചില ആളുകൾക്ക് വിഷമമുണ്ട് ആ പേര് പറയുന്നതിൽ ഞാൻ ചില ഭാഗങ്ങളിൽ ചില സ്ഥലങ്ങളിൽ കൊല്ലം ജില്ലയിലെ തന്നെ കണ്ണനല്ലൂരിൽ ഞാൻ ഒരു പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത പേര് അബ്ദുള്ള കുട്ടി എന്നല്ല ദേവദാസ കുട്ടി എന്നാണ് അബ്ദ് എന്ന് പറഞ്ഞാൽ ദാസൻ അല്ലാ എന്ന് പറഞ്ഞാൽ ദേവൻ അപ്പോ അബ്ദുള്ള എന്നതിന് പകരം നബി തങ്ങളുടെ വാപ്പാന്റെ പേരാണല്ലോ മാത്രമല്ല അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പേര് അബ്ദുള്ള ആണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഈ ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിൽ അള്ളാഹ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പേര് അബ്ദുള്ള സെക്കൻഡ് അബ്ദുറഹ്മാൻ അവന്റെ പേരിനോട് അബ്ദ് ചേർത്ത് വിളിക്കുന്നതിനാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആ അബ്ദുള്ള കുട്ടി അല്ലെങ്കിൽ ദേവദാസ കുട്ടി അല്ലെങ്കിൽ ദേശീയ മുസ്ലിം അതാ നമുക്ക് ഇവിടെ യോജിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കുമ്പോ സങ്കടം തോന്നുകയാണ് ഈ ദേശീയ മുസ്ലിം ചിന്തിക്കുന്നുണ്ടോ അയാൾക്ക് ഇവിടെ കഴിയാൻ പറ്റുമെന്ന് ഒരിക്കലുമില്ല ഇനി സമയമുണ്ട് പരിശുദ്ധമായ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് സമ്പൂർണമായി ഇപ്പൊ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പറയാൻ പറ്റിയ അത്രയും വലിയ വിശാലമായ വിജ്ഞാനമൊന്നും അല്ലാഹു എനിക്ക് തന്നിട്ടില്ല പക്ഷെ എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ ചില പ്രവർത്തനങ്ങളും ചില വാക്കുകളും പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ അങ്ങനെ തോന്നിപ്പോകാറുണ്ട് സ്നേഹത്തോടെ ഞാൻ ആവശ്യപ്പെടുകയാണ് അദ്ദേഹം ഇത് കേൾക്കും ഇതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തിനെതിരെ നടത്തിയ പ്രസംഗങ്ങളെല്ലാം അദ്ദേഹം കേട്ടു അതിനൊക്കെ പ്രതികരിച്ചു പല വേദികളിലും
ഞാൻ പറയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദര, എനിക്ക് മുമ്പ് പരിചയമുള്ള ഒരാൾ കൂടിയാണ്. എന്റെ പള്ളിയിൽ മുമ്പൊരിക്കൽ വന്നിട്ടുള്ള ആളാണ്. വ്യക്തിപരമായിട്ട് യാത്രകളിൽ പലപ്പോഴും ട്രെയിനിലൊക്കെ വെച്ച് കണ്ടിട്ടുള്ള ആളുമാണ്. എനിക്ക് സ്നേഹത്തോടെ പറയാറുള്ളത്, ഒന്നുകിൽ നിങ്ങളുടെ ഈ വാദം അവസാനിപ്പിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിനെ സമ്പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തികഞ്ഞ മുസ്ലിമായി ജീവിക്കുക. നിങ്ങൾ ഒറ്റുകാരനാകരുത്, സമുദായത്തിന്റെ ഒറ്റുകാരനാകരുത്, ഒരു മുനാഫിക്കിന്റെ പട്ടം നിങ്ങൾ സ്വയം സാർത്ഥപ്പെടരുത്. അത്രമാത്രം ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരലോകത്ത് സ്വർഗം തുറന്നിട്ടിരിക്കും. ഓടി വരാൻ പറയും, അടുത്തെല്ലുമ്പോ അള്ളാഹ് അടയ്ക്കും, ഓടാന്ന് പറയും. ഓടി വിഷമത്തോടെ തിരിച്ചു പോകുമ്പോൾ ഇങ്ങോട്ട് വാടാന്ന് വിളിക്കും. ഓടി അടുത്ത് വരുമ്പോൾ വീണ്ടും അടയ്ക്കും, പോടാന്ന് പറയും. ഇതാണ് അള്ളാഹുവിന്റെ മലക്കുകൾ ചെയ്യുക മുനാഫിക്കീങ്ങൾക്ക്. ആ ഒരു അവസ്ഥയിൽ പെട്ടുപോകാതെ എന്റെ അബ്ദുള്ള കുട്ടി, ദയവ് ചെയ്ത് ഒന്നുകിൽ നിങ്ങൾ അങ്ങ് BJP ചേർന്നിട്ട് അങ്ങനെ തന്നെ അങ്ങ് ജീവിക്കുക, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് രണ്ട് വള്ളത്തില് രണ്ട് കാല് വെച്ച് ചവിട്ടിയാൽ നമ്മുടെ അര വെച്ച് മുകളിലോട്ട് അങ്ങ് കീറിപ്പോകുന്നതല്ലാതെ ഒരിക്കലും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂല. ഒരിക്കലും നിങ്ങളെ ഇവിടെ നിർത്തി ഞങ്ങളെയൊക്കെ അങ്ങ് പറഞ്ഞു വിടുവെന്ന് ഒരു പേക്കിനാവ് നിങ്ങളെ കാണണ്ട. ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, രണ്ടാമത്തെ ഏറ്റവും വലിയ ശത്രു മുനാഫിഖ് യബുഗുഹു, നമ്മളെ എപ്പോഴും ദേഷ്യം പിടിപ്പിക്കുന്ന മുനാഫിഖാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി മൂന്നാമതായിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, ചുരുക്കി പറയാം, 1 മണിക്കൂറായി, ഇനി 3 ഉണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, മൂന്നാമത്തെ ശത്രു, മൂന്നാമത്തെ പ്രതിസന്ധി ഏതെന്നറിയോ? മൂന്നാമത്തേത് വഅദൂനി യുഖാതിലൂ. അല്പമൊന്ന് വിശദീകരിക്കേണ്ടതാണ്. നിന്നെ കൊല്ലാൻ നടക്കുന്ന ശത്രുവാണ്, നിന്നെ കൊല്ലാൻ നടക്കുന്ന ശത്രുവാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്ക്. ഹിന്ദുക്കള് ഭൂരിപക്ഷമുള്ള രാജ്യത്ത് മുസ്ലിങ്ങളെ പേടിക്കണ്ടെന്ന് പ്രസംഗിക്കുന്നവര് തന്നെ കോഴിക്കോട് കുറ്റിയാടിയിലെ മുദ്രാവാക്യം മുഴക്കിയതെന്താണ്? ഒറ്റ പള്ളികൾ ഞങ്ങൾ വെച്ചേക്കൂലെന്ന്. ഞങ്ങളുടെ ബാബരി മസ്ജിദ് തട്ടി തകർത്ത് തരിപ്പണമാക്കി വർഷങ്ങളോളം കേസ് നടത്തി ഞങ്ങളുടെ കോടിക്കണക്കിന് രൂപ പോയി. എന്നിട്ടും അവസാനം എല്ലാ ജിയോളജിക്കൽ എവിഡൻസും ഞങ്ങൾക്ക് അനുകൂലമായി. എല്ലാം ഞങ്ങൾക്കാണെന്ന് മനസ്സിലാക്കി ചാനലുകളിൽ നമ്മൾ മാറി 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 കണ്ട് അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ ഇസ്സത്തിന്റെ അടയാളമായ ബാബരി മസ്ജിദ് ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചു. ഇത് ചെയ്തവരൊക്കെ ക്രിമിനൽ കുറ്റം ചെയ്തവരാണെന്ന് പറഞ്ഞു കോടതി. എല്ലാം പറഞ്ഞ് ഞങ്ങൾ പ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുമ്പോ, ഇല്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇഷ്ടപ്പെടുന്നിടത്ത് 5 ഏക്കർ തരാ, പള്ളി തരൂലെന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം ഞാൻ വെല്ലുവിളിക്കുകയാണ്. സാക്ഷര കേരളത്തിലെ ഇവിടത്തെ ജനതയോട് വെല്ലുവിളിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തെ ജനവിഭാഗത്തെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും ഒരു കോണിലെ ഏതെങ്കിലും ഒരു മുസ്ലിം ക്ഷേത്രത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ മുഴക്കുന്നവനെ മുസ്ലിം സമുദായം തന്നെ കൈകാര്യം ചെയ്യും. കാരണം എന്താണ്? അതെന്തുകൊണ്ടാണ്? ഞങ്ങളുടെ പള്ളി പോയതിന്റെ വേദന, ഞങ്ങളുടെ രാജ്യത്തിന് ഏറ്റവും ഒരു ക്ഷതം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുകയാണ്. ഇനി ഒരു ക്ഷേത്രം കൂടെ തകർത്തിട്ട് മറ്റൊരു സമുദായത്തിനെ കണ്ണീര് കുടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. ഇന്ത്യ രാജ്യത്തിന് മറ്റൊരു ദുരന്തം കൂടി വരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെ പള്ളി പൊളിച്ചവർക്കെതിരെ ഒരു ക്ഷേത്രത്തിൽ നിന്നെങ്കിലും ഞങ്ങൾ അതിനോട് ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യ രാജ്യത്തിന്റെ എന്തിന് കേരളത്തിന്റെ എത്ര സ്ഥലത്ത് നിന്ന് ഈ ശിലാ പൂജ നടത്തിയിട്ട്, ക്ഷേത്രങ്ങളിൽ നിന്ന് പൂജ നടത്തിയിട്ടാണ് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിക്കാൻ കല്ല് കൊണ്ടുപോകുന്നത്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അമ്പലത്തിനെതിരെ ഞങ്ങൾ മുദ്രാവാക്യം മുഴക്കിയോ? ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നാട്ടിൽ നാട്ടി ഓടിക്കണമെന്ന് നാടിന്റെ നാനാഭാഗങ്ങളിൽ പ്രസംഗിക്കുന്ന എംബോക്കികൾക്കെതിരെ ഞങ്ങൾ സമരം ചെയ്തതല്ലാതെ ഏതെങ്കിലും ഒരാളെ ഞങ്ങൾ മോശമായ ഏതെങ്കിലും സഭ്യതയില്ലാത്ത വാക്കുകൊണ്ട് അഭിസംബോധന ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എന്താ പറയുന്നത്? ഇനി ഒരു പള്ളിയും കേരളത്തിൽ ഉണ്ടാവൂല.
അങ്ങനെ പറയുന്നവന്റെ നാവുണ്ടാവൂലെന്നാ നമുക്ക് തിരിച്ചു പറയാനുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം ഞങ്ങളുടെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, നിന്നോട് യുദ്ധത്തിന് വരുന്ന ശത്രുവാണ് നീ മൂന്നാമതായി സൂക്ഷിക്കേണ്ടത്. നിങ്ങൾക്കറിയോ എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? ഈ ഹദീസ് കേൾക്കുമ്പോ എന്റെ ശാസ്താംകോട്ടക്കാരെ നിങ്ങൾ ഞെട്ടിപ്പോകും, സംശയമില്ല. അല്ലാഹുവിന്റെ റസൂൽ നൂറ്റാണ്ട് 14 മുമ്പ് പറയുകയാണ്, തഅതീകും ബഅദീ, എനിക്ക് ശേഷം നിങ്ങൾക്ക് വരും ഒരു ദുരന്തം. അത് ഏതെന്നറിയോ? എനിക്ക് ശേഷം നിങ്ങൾക്ക് 4 ഫിത്നൻ, 4 ദുരന്തങ്ങൾ വരും, 4 കലാപങ്ങൾ വരും, 4 യുദ്ധങ്ങൾ വരും, 4 പ്രതിസന്ധികൾ നിങ്ങൾക്ക് വരും. അതിൽ ഒന്നാമത്തേത് യുസ്തഹല്ലു ഫീഹ ദിമാ, ഒന്നാമത്തേത് നിങ്ങളുടെ രക്തം ചിന്തപ്പെടുമെന്ന് മുഖബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ കൂട്ടക്കശാപ്പ് ചെയ്യപ്പെടും, നിങ്ങളുടെ ശരീരം പീസ് പീസാക്കപ്പെടും. രണ്ടാമത്തേതോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യുസ്തഹല്ലു ഫീഹ ദിമാഉ വൽ അംവാലു, നിങ്ങളുടെ ശരീരം പീസ് പീസാക്കപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങളുടെ സമ്പത്ത് കൂടി കൊള്ളയടിക്കപ്പെടും. രണ്ടാമത്തെ പ്രതിസന്ധി നിങ്ങൾക്ക് വന്നില്ലേ സഹോദരങ്ങളെ? എത്ര കലാപങ്ങൾ വന്നപ്പോ കേരളത്തിന്റെ നാദാപുര പ്രിയപ്പെട്ട കോടികളുടെ സമ്പത്തിന്റെ നട്ടമാവുന്നത്, മാറാടപ്ര നട്ടമാവുന്നത്. ആലോചിച്ചു നോക്ക്. മൂന്നാമത്തത് നബി തങ്ങൾ പറഞ്ഞു, യുസ്തഹല്ലു ഫീഹ ദിമാഉ വൽ അംവാലു വൽ ഫുറൂജ്, നിങ്ങളുടെ രക്തം ചിന്തപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങളുടെ ഭാര്യമാരും സഹോദരിമാരും പെൺമക്കളും നിങ്ങളുടെ ഉമ്മമാരും ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ പെങ്ങന്മാർ, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ സഹോദരിമാർ, നിങ്ങളുടെ ഉമ്മമാർ ക്രൂരമായ ബലാത്സംഗങ്ങൾക്ക് ഇരയാക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് മൂന്നും വന്നില്ലേ? ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ അഹമ്മദാബാദ് പള്ളിയുടെ തൊട്ട് മുമ്പിലെ ഓടയിൽ പാവപ്പെട്ട ഒരു സഹോദരി പകുതി പ്രസവിക്കപ്പെട്ട നിലയിൽ കിടന്നു. രാത്രി വന്നിട്ട് കതകിന് മുട്ടി. ആ സമയത്ത് ആ സഹോദരി പ്രസവിക്കാൻ മണിക്കൂറുകൾ ബാക്കിയാണ്. ആ സമയത്ത് കതകിന് മുട്ടിയപ്പോൾ പേടിച്ചു വിറച്ച് ഒരു റൂമിന്റെ ഉള്ളിലേക്ക് ഒളിച്ച് ആ പട്ടാളക്കാരും കാവിക്കാരും അതുപോലെ തന്നെ അവിടത്തെ ഭീകരവാദികളും ചവിട്ടി തുറന്നകത്ത് കയറിയിട്ട് ഇറങ്ങി ഓടിയ പാവപ്പെട്ട സഹോദരിയുടെ പിന്നാലെ പോയി അവര് മാറി മാറി ബലാത്സംഗം ചെയ്ത് മണിക്കൂറുകൾ മാത്രം പ്രസവത്തിന് ബാക്കിയുള്ള ഒരു പെണ്ണിന്റെ ദുരവസ്ഥ ആലോചിച്ചു നോക്ക്. ആ പ്രിയപ്പെട്ട സഹോദരിയെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് നടു റോഡിലൂടെ വലിച്ചിഴച്ച് പിറ്റേന്ന് ജുമാ ദിവസത്തിന് പള്ളിയിലേക്ക് ആളുകൾ വരുമ്പോൾ അഹമ്മദാബാദ് പള്ളിയുടെ ഓടയിൽ പാതി പ്രസവിക്കപ്പെട്ട നിലയിൽ ആ പെങ്ങളുടെ ജനാസ കിടന്നു. എത്ര വർഷങ്ങൾക്ക് മുമ്പാ? ഇപ്പോഴും നടക്കുന്നില്ലേ? ഇപ്പൊ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്തിട്ട് അവരുടെ കാമവെറി തീരാതെ വന്നപ്പോൾ ഉത്തർപ്രദേശിലെ യതീംഖാനകളിലെ കയറിയിട്ട് 13 വയസ്സിന് താഴെയുള്ള 5 വയസ്സിന് മുകളിലുള്ള പാവപ്പെട്ട ആൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്കിരയാക്കിയിട്ട് അവരുടെ രഹസ്യ അവയവങ്ങളിൽ നിന്ന് ബ്ലഡ് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഹബീബും നിങ്ങളുടെ ഹബീബും പറഞ്ഞതല്ലേ, യുസ്തഹല്ലു ഫീഹ ദിമാഉ വൽ അംവാലു വൽ ഫുറൂജു. ഇത് മൂന്നും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. ഇനി 4ാമതൊരു ദുരന്തം വരാനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സമ്മാഉ വ അംയാഉ, എന്റെ പൊന്നുമക്കളെ, അത് കണ്ണും കാതുമില്ലാത്തതാ. നബി തങ്ങളുടെ വാക്ക് ചിന്തിക്കണം. സമ്മാഉ വ അംയാഉ, അത് കണ്ണും കാതുമില്ലാത്തതാ എന്ന് പറഞ്ഞാൽ വിവരണാതീതമാണ്, അചിന്തനീയമാണ്, അവാച്യമാണ്, അനിർവചനീയമാണ്. അതാർക്കും പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഭീകരമായ കലാപം ഇനി വരാൻ സാധ്യതയുണ്ട്. അല്ല, വരും. എന്റെ ഹബീബും നിങ്ങളുടെ ഹബീബ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യമാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്ക് അഭയസ്ഥാനം ഒരിടം ഉണ്ടാവൂല. നിങ്ങൾക്കൊരു അഭയം ഉണ്ടാകൂല. അഭയത്തിന് നമ്മൾ പോകുന്നത് എന്താണ്? ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ പോകുന്നത് കരുനാഗപ്പള്ളി കോടതിയിലാണ്, അല്ലേ? ഏറ്റവും അടുത്ത കോടതി കരുനാഗപ്പള്ളി കോടതിയാണ്. അവിടെ തള്ളിയാൽ നമ്മൾ പോകുന്നത് ജില്ലാ കോടതിയിലാണ്.
ശാസ്താംകോട്ട തള്ളിയാൽ കരുനാഗപ്പള്ളി ജില്ലാ കോടതിയാണെന്ന് തോന്നുന്നു, അവിടെ പോകും അല്ലേ? ജില്ലാ കോടതി എവിടെ ഉള്ളത്? കൊല്ലത്ത്. അവിടെ പോകും. അവിടെയും തള്ളിയാൽ നേരെ പോകും ഹൈക്കോടതിയിൽ. എറണാകുളത്ത് അവിടെയും തള്ളിയാൽ പിന്നെ നമ്മൾ പോകുന്നത് അങ്ങ് സുപ്രീം കോടതിയിലാ. ഈ കോടതികളുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് ഇപ്പൊ എന്താ നടക്കുന്നതെന്ന്. സുപ്രീം കോടതിയിൽ തള്ളിയാ പിന്നെ നമുക്ക് പോകാൻ ഈ ഭൂമി ലോകത്ത് ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. നമുക്ക് എവിടെയാ? രാഷ്ട്രപതിയുടെ മുമ്പിൽ. ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. നടുകടലിൽ പെട്ടവന്റെ പ്രാർത്ഥന പോലെ ദുആ ചെയ്യാൽ ദുആ നിങ്ങൾ ചെയ്യണം. എങ്ങനെ ദുആ ചെയ്യണം? സമുദ്രത്തിൽ പെട്ടുപോയവന്റെ ദുആ പോലെ നിങ്ങൾ ദുആ ചെയ്യണം. എന്നാ നിങ്ങൾക്ക് രക്ഷയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രാത്രി വന്ന് ഉണർന്നിരിക്കും സഹോദരാ, പാതിരാത്രി വന്ന് ഉറക്കം എഴുന്നേക്കെന്റെ പെങ്ങളെ, എന്നിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് ദുആ ചെയ്യേ. അല്ലാഹുവേ, വെള്ളക്കാരിൽ നിന്ന് ഞങ്ങളുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തിയ അല്ലാ, ഈ കൊള്ളക്കാരിൽ നിന്നുകൂടി ഞങ്ങളുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഈ രാജ്യത്തെ ഈ ഭരണാധികാരികളിൽ നിന്ന് ഭരണത്തെ പിടിച്ച് നല്ല ഭരണാധികാരികൾക്ക് കൊടുക്കണേ അല്ലാ. ഇവിടത്തെ മുസ്ലിമിന്, ഹിന്ദുവിന്, ക്രിസ്ത്യാനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ ഈ ഹിന്ദുത്വ സവർണ മാടമ്പി ഭീകരവാദികളെ ഈ രാജ്യത്ത് നിന്ന് തുരത്തി ഓടിക്കണേ അല്ലാ എന്ന് ദ്വാരക്ക്. അങ്ങനെ കൊണ്ട് ദ്വാരക്ക് കഴിഞ്ഞ ജുമാ ദിവസം മുതൽ എന്റെ പള്ളിയിൽ സെൻട്രൽ ജുമാ മസ്ജിദിൽ നാസിലത്തിന്റെ ഖുനൂത്ത് ആരംഭിച്ചു. കഴിഞ്ഞ ജുമാക്ക് ജുമാ നമസ്കാരം മുതൽ ഇന്ന് ഇശാ നമസ്കാരം വരെയും അവിടെ മുടങ്ങിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദുആകൾ നമസ്കാരത്തിൽ എങ്ങനെ ദ്വാരക്കണം? എങ്ങനെ ദ്വാരക്കണം? നിസ്കാരം കഴിഞ്ഞ ദ്വാരക്കായിരിക്കുന്നത് പോലെ ഇരുന്നാ പോരാ. കൈ ഇങ്ങനെ മടിയിലിട്ട് ബൈനഹുമാ ബർസഖുല്ലാ അങ്ങനെ ഇരുന്നിട്ട് ദ്വാരത്തിട്ട് കാര്യമില്ല. നമ്മൾ ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണ്? പ്രിയപ്പെട്ട ഭാര്യ ലേബർ റൂമിൽ കിടക്കുമ്പോ പുറത്ത് നിൽക്കുന്ന ഭർത്താവിന്റെ മനസ്ഥിതി പോരാ. ഭാര്യ മരിച്ച വേറെ പെണ്ണ്, അതാണ് അല്ലേ? ഇരിക്കേണ്ട ആണുങ്ങൾക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഒരു രോഗം വരുമ്പോ ദുആ ചെയ്യുന്നത് പോലെയോ? ഇല്ല. എന്റെ മക്കൾക്ക് രോഗം അല്ലാഹു മാറ്റാൻ തീരുമാനമല്ലെങ്കിൽ അവര് സങ്കടപ്പെടാതെ വിഷമിക്കാതെ റബ്ബനെ തിരിച്ചെടുക്ക് എന്ന് പറയുന്ന വാപ്പ, അതും പറ്റൂല. പിന്നുള്ള ദുആ എങ്ങനെയാണ്? കടലിൽ അകപ്പെട്ടു പോയവൻ ദുനിയാവുമായിട്ട് വേറെ ഒന്നും ചിന്തിക്കൂല. അവന്റെ ദുആ, പടച്ചവനെ അടുത്ത തിരമാലയിലെങ്കിലും എന്നെ അടുത്ത് കരയിൽ കൊണ്ടുപോകണം എന്നുള്ള പ്രാണവേദനയിലുള്ള പ്രാർത്ഥന. അത് ദുആ ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഒരു അധികാരിയുടെയും അധികാര കസേര കുലുങ്ങാതിരിക്കൂല. ഒരു സ്വേച്ഛാധിപതിയുടെയും കസേര കുലുങ്ങാതിരിക്കൂല. അതുകൊണ്ട് ശക്തമായ ഭാഷയിൽ ദുആ ചെയ്യണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ശത്രുവാണ് അദുവ്യുഖാതിലുഹു. നിങ്ങളെ കൊല്ലാൻ നടക്കുന്ന ശത്രുവാ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടത്. നിങ്ങൾക്കറിയോ, ബദ്റു സുഗ്റ എന്ന് പറയുന്ന ഇന്ന് ബഹുമാനപ്പെട്ട ശൈഖുൽ ജാമിഅ മന്നാനിയുടെ മുഹത്തമായ ആദരണീയനായ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തസവ്വുഫിന്റെ ഉന്നതമായ മേഖലകളിലേക്ക് കടന്നുപോയി ഇന്നും ഒരു ഫോട്ടോ ഒരു മനുഷ്യന്റെ കയ്യിലില്ലാത്ത ജാമിഅ മന്നാനിയുടെ മുഹത്തമായ എന്റെ പ്രിയപ്പെട്ടവരെ, തമിഴ്നാട് സ്റ്റേറ്റിന്റെയും കേരള സ്റ്റേറ്റിന്റെയും 10,000-കണക്കിന് ആളുകൾക്ക് ആശാ കേന്ദ്രമായ ആദരണീയനായ ശൈഖുനാ എ.ടി. മമ്മിക്കുട്ടി ഹദ്റത്ത് മഹാനവറുകൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ആറ്റാശ്ശേരി അതിരാമ്പട്ടണം ഉസ്താദ് എന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഇന്നൊരു 5 മിനിറ്റുള്ള ഒരു വോയിസ് പുറത്തു വിട്ടിട്ടുണ്ട്. നിങ്ങളത് കേൾക്കണം. കേൾക്കാൻ നിങ്ങൾക്ക് വാട്സപ്പ് ഒന്നും കിട്ടിയിട്ടില്ല, നിങ്ങളുടെ മെസ്സേജുകളിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ വന്നില്ലെങ്കിൽ അത് ഞാൻ ഇവിടെ പറയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്യണം. ഇതൊരു നെവർ മൈൻഡ് ആയിട്ട് കാണരുത്. സൂറത്തു ആലു ഇമ്രാൻ എടുക്ക്, എന്നിട്ട് അതിന്റെ 173-ാമത്തെ ആയത്തെടുക്ക്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ 173-ാമത്തെ ആയത്ത് സൂറത്തു ആലു ഇമ്രാനിൽ അള്ളാഹു പറയുന്നത്, അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എന്റെ സഹോദരിമാരോട് ഞാൻ പറയാണ്, നമ്മളത് പേടിക്കുന്നതല്ല. അധികാരമുള്ളവൻ എന്തുമാകാം. ഇവിടെ കലാപങ്ങൾ ഉണ്ടാകും. ഒരിക്കലും നമ്മുടെ വീട്ടിൽ വന്ന്
നമ്മുടെ മക്കളെ പിടിച്ചിറക്കി നമ്മുടെ പള്ളികൾ തകർക്കുമ്പോ നമ്മൾ ആരും നോക്കി നിൽക്കാൻ നമുക്ക് കഴിയൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കലാപങ്ങൾ ഉണ്ടാവും. ഞങ്ങൾ മരിച്ചാൽ അൽഹംദുലില്ലാ അടുത്ത നിമിഷം മുതൽ ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച ത്യാഗങ്ങൾക്ക് പ്രതിഫലം കിട്ടുകയാണ്. അതുകൊണ്ട് മരിക്കാൻ മുസ്ലിമിന് പേടിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ നമുക്ക് ഒരിക്കലും രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വരൂല. അങ്ങനെ വരുമ്പോ നമ്മുടെ രാജ്യത്തിന്റെ പ്രൗഢി നഷ്ടപ്പെടും. അതുകൊണ്ട് അതൊന്നും ഇല്ലാതെ ഈ ഹയവാന്മാരുടെ എല്ലാ തീരുമാനങ്ങളും പിൻവലിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യാനാണ് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സഹാബത്തുമൊത്ത് ഹിജ്റ 2 ബദർ കഴിഞ്ഞു, ഹിജ്റ 3 ഉഹദ് കഴിഞ്ഞു. ഉഹദ് കഴിഞ്ഞ് പോകുമ്പോൾ അബൂ സുഫിയാനും കൂട്ടരും പറഞ്ഞു, മുഹമ്മദേ അടുത്ത കൊല്ലം ബദറിൽ കാണാടാ, നിന്നെ നോക്കിക്കോ ഞങ്ങള് എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു പൊക്കോ എന്ന് പറഞ്ഞു. വർഷം 1 കഴിയാറായി. ആ സമയത്ത് മക്കയിൽ കൊടിയ ദാരിദ്ര്യം പിടിപെട്ടു. ഇവര് വാക്ക് പറഞ്ഞാൽ അടുത്ത വർഷം ഞങ്ങൾ എടുത്തോളാന്ന്. പക്ഷേ അവിടത്തെ അങ്ങനെയാണ്, ഈ ദുരഭിമാനം ഭയങ്കരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിറ്റേ വർഷം വന്നില്ലെങ്കിൽ അവർക്ക് നാണക്കേടാണ്. അപ്പൊ അതുകൊണ്ട് ദാരിദ്ര്യവും കട്ടപ്പാടും കൊടിയ ക്ഷാമവും അനുഭവപ്പെട്ടു മക്കയിൽ. 3-ാം വർഷം, ഹിജ്റയുടെ 3-ാം വർഷം. അന്ന് നബി തങ്ങൾക്ക് വയസ്സ് 56. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരാളെ വിട്ടിട്ട് പറഞ്ഞു, നീ ചെന്നിട്ട് മുഹമ്മദിനെയും കൂട്ടരെയും ഒന്ന് പേടിപ്പിക്കും, ഞങ്ങൾ എല്ലാ സൗകര്യങ്ങളോടും വരാൻ വേണ്ടി നിൽക്കുകയാണെന്ന് പറ. അവര് പേടിച്ചിട്ട് പിൻവാങ്ങും. അങ്ങനെ പിൻവാങ്ങിയാൽ നമുക്ക് പോണ്ടല്ലോ. നമ്മുടെ കയ്യിലാ കുറവുള്ളത്. ഇപ്പൊ പോയി അടിക്കാനുള്ള മാനസിക ശേഷിയും ശാരീരിക ശേഷിയും പണമോ ഒന്നും നമ്മളെ ഇല്ല. അതുകൊണ്ട് നീ പോയിട്ടൊന്ന് വരട്ടവരെ, അപ്പോഴേക്കും അവര് പിന്മാറും, നമുക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ കഴിയാം, നാണക്കേടിന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞു. അങ്ങനെ ഇയാള് വന്നിട്ട് ചന്തയിലും മാർക്കറ്റിലും ഒക്കെ നിന്ന് സഹാബാക്കളടുത്ത് പറഞ്ഞു, അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വരാൻ പോവാ, ഞാനിപ്പോ അവിടെ നിന്ന് വരികയാണ്, വല്ലാത്ത ഒരു ഭീകരമാണ് മക്കളെ, നടക്കാൻ പോകുന്ന പറയാൻ പറ്റൂല കേട്ടോ, നിങ്ങളെ മൂക്കി കയറ്റിക്കളയും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിച്ചപ്പോൾ സഹാബാക്കൾ പറഞ്ഞു പോടാ. ഫഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ ഫസാദഹും ഈമാനാ. ഇതങ്ങോട്ട് കേൾക്കുമ്പോൾ അങ്ങോട്ട് ഈമാൻ തിളച്ചങ്ങ് പൊങ്ങി സഹാബത്തിന്. അവര് പറഞ്ഞു ഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അല്ലാഹ് അമ്മ കണ്ടാ പോടാ നിന്റെ ജോലി വെക്കുന്നിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ നിവർത്തിയില്ലാതെ അവരവിടെ നിന്ന് തിരിച്ചു. നബിയും സഹാബാക്കളും യുദ്ധത്തിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട് ബദറിലെത്തി. ആ ബദറിൽ ഹിജ്റയുടെ 3-ാം വർഷമാണ്. ബദറിലെത്തി 4-ാം വർഷമാണ്. 3-ൽ ഉഹദ് കടന്നു. 4-ാം വർഷമാണ്. 57 വയസ്സ് നബിതങ്ങൾക്ക്. അങ്ങനെ ബദറിലേക്ക് എത്തുന്ന സമയത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബദറിലേക്ക് എത്തി. ആ ബദറിന്റെ ഭാഗത്ത് വന്ന് തമ്പടിച്ചു. അവിടെ നിൽക്കുമ്പോ അവര് പാതി വഴിയിൽ വന്ന് പോയ രക്ഷയില്ലെന്നും പറഞ്ഞിട്ട് കുറച്ച് ദിവസം അവര് തിരിച്ചങ്ങ് മക്കയിലേക്ക് പോയി. നബിതങ്ങളും സഹാബാക്കളും 8 ദിവസത്തോളം അവിടെ കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അഭിപ്രായ വ്യത്യാസം എണ്ണങ്ങളിലുണ്ടെങ്കിൽ പോലും അവിടെ കഴിഞ്ഞ് കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അവിടെ കച്ചവടം ചെയ്ത് യാത്രക്കാർക്കും വഴിയെ പോകുന്ന കാഫിലകൾക്കൊക്കെ യാത്രക്കാർക്കൊക്കെ കച്ചവടം ചെയ്ത് നല്ല പണം ഉണ്ടാക്കിയിട്ട് തിരിച്ച് നബിതങ്ങൾ വന്നു. അതാണ് ഒരു വിപത്തും അവർക്ക് വന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് നല്ല ലാഭം ഉണ്ടാക്കിക്കൊണ്ട് മടങ്ങിപ്പോയി. ഇതാണ് ഈ സൂറയിൽ ഈ ആയത്തുകളിൽ പറയുന്നത്. ഇതിന് പറയുന്ന പേരാണ് ബദർ സുഗ്റ. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, മശായിഖുമാരിൽ നിന്ന് ഇജാസത്ത് കിട്ടിയത്, പ്രത്യേകിച്ച് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരിൽ നിന്ന് പിന്നെ അവരുടെ ഇജാസത്തായി കിട്ടിയ ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ആഷിഖായ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഇന്നലെയൊക്കെ വോയിസ് ഇട്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടോളി. ഒരു ഫാത്തിഹ അഷ്റഫുൽ ഖൽഖിന്റെ പേരിൽ ഓതുക, മറക്കരുത്. ഇത് പ്രത്യേകം ഒന്ന് ഓർത്തോളി. ഇലാ ഹളറത്തി റൂഹി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് ഒരു ഫാത്തിഹ ഓതി നബി തങ്ങൾക്ക് ഹദിയ ചെയ്യുക. രണ്ടാമതൊരു ഫാത്തിഹ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മശായിഖുമാര്, പ്രത്യേകിച്ച് അസ്ഹാബുൽ ബദറിന് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹദിയ ചെയ്ത ഒരു ഫാത്തിഹ കൂടി ഓതുക. മൂന്നാമത് അബുൽ ഹസൻ ഷാദുലി തങ്ങൾക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതുക. മറന്നു പോകുന്നവർ അത് മറന്നുപോയാൽ ഇനി പറയുന്നത് മറക്കാതിരിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ആയത്ത് ഓതുക. ഏതാ? മഹത്തായ സൂറത്ത് ആലി ഇംറാന്റെ ഈ ആയത്ത്. അല്ലദീന ഖാല ലഹുമുൻ 173 മറക്കരുത്. ആലി ഇംറാൻ 173. അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അവിടെ നിർത്തുക. ഖുർആൻ മടക്കി വെക്കുക. 450 പ്രാവശ്യം 450 പ്രാവശ്യം ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന് 450
450 പൂർത്തിയാക്കുമ്പോൾ ഖുർആൻ ഷരീഫ് വീണ്ടും എടുക്കണം. അതിന്റെ അടുത്ത ആയത്ത് ഫൻഖലബൂ ബിനിഅമത്തിൻ മിനല്ലാഹി വഫളലിൻ ലം യംസസുഹും സൂഉൻ വത്തബഉ റിളവാനല്ലാഹി വല്ലാഹു ദൂ ഫളലിൻ അളീം എന്ന് പറയുന്ന ആയത്ത് 3 പ്രാവശ്യം ഓതി അവസാനിപ്പിക്കുക. എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു വട്ടം. നമുക്ക് കുറച്ച് സമയമേ വേണ്ടി വരുള്ളൂ. കഴിയുന്നവർ എല്ലാ ദിവസവും ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് ഇത് പതിവാക്കുക. അത് ഇതിനു വേണ്ടിയിട്ടല്ല, ഏത് കാര്യങ്ങൾക്കും. മഅദനി ഉസ്താദ് എന്റെ ഉമ്മയെ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കയറ്റുമ്പോ, ശ്രീചിത്ര മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷന് കയറ്റുമ്പോ മഅദനി ഉസ്താദ് എന്നോട് വിളിച്ചിട്ട് ഇത് ഓതാൻ പറഞ്ഞു. ഞാൻ ഓതി തീരുമ്പോഴേക്കും ഓപ്പറേഷൻ സക്സസ് ആയി, പരിപൂർണ വിജയം, അൽഹംദുലില്ലാ. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഏത് പ്രയാസങ്ങൾക്കും ഇത് നല്ലതാണ്. കച്ചവടം നടക്കുന്നില്ലെങ്കിൽ നിയത്താക്കി ഓതിക്കൊല്ലാം എന്ന് പറഞ്ഞാൽ പാപങ്ങൾ വരൂല, വിഷമങ്ങൾ വരൂല, പീഡനങ്ങൾ വരൂല, എന്തും നമുക്ക് രക്ഷപ്പെടാനുള്ള. ഇതൊക്കെ ഖുർആനിലുണ്ട് സഹോദരങ്ങളെ. ഖുർആൻ നെഞ്ചോടങ്ങ് ചേർത്ത് വെച്ചാൽ മതി. ഇതൊക്കെ കളഞ്ഞിട്ട് അപ്പുറത്ത് തട്ടിപ്പോയിട്ട് നിങ്ങൾ ഒന്നും അനുഭവിക്കുന്നില്ല എന്ന് പറയുന്ന എംബോക്കികളെ കാണുമ്പോൾ നമുക്ക് പുച്ഛം തോന്നൂല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കൃത്യമായി നിങ്ങൾ ഓതിക്കോളി. അള്ളാഹു നമ്മളെ എല്ലാ വിപത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. 22-ാം തീയതി വരുന്ന വിധി നമുക്ക് അള്ളാഹു അനുകൂലമാക്കി തരട്ടെ. നമുക്ക് വേറെ ഒന്നും വേണ്ട. അവര് എന്നെ ഭരിച്ചോട്ടെ. നിങ്ങൾ എന്നെ ഇരിലായോമിൽ ഖിയാമ ഭരിച്ചോളി. നിങ്ങൾ എന്നെ ആഭ്യന്തരമന്ത്രി, നിങ്ങൾ എന്നെ പ്രധാനമന്ത്രി. തട്ടിപ്പിൽ നിങ്ങൾ വന്നല്ലേ, തട്ടിപ്പിൽ വന്നതല്ലേ. ഇപ്പൊ ബാലറ്റ് പേപ്പർ ഇട്ട് നിങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ പറ്റുമോ? 4 പേരെ കിട്ടൂലല്ലോ. സ്വന്തം ഭാര്യമാർ ആർക്കും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ തന്നെ അവരെ പോലും കിട്ടൂല. നിങ്ങൾക്ക് അവരുടെ വോട്ട് പോലും കിട്ടൂല. ഇത് തട്ടിപ്പിൽ കോടികൾ മുടക്കിയിട്ട് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. നമ്മുടെ സമരം ഇനി ഈ NRCയും MPRും അതുപോലെ CAA-ക്കെതിരെ മാത്രമല്ല, നമ്മുടെ സമരം ഇനി ഒന്നുകൂടി നമ്മൾ മുന്നോട്ട് വെക്കണം. ബാലറ്റ് പേപ്പറിലെ ബാലറ്റ് പെട്ടിയിലിടുന്ന ഇലക്ഷനായി മാറണം. ഈ മെഷീൻ സംവിധാനം മാറ്റണം. ഇല്ലെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ഭീകരമായ നിലയിൽ ഭൂരിപക്ഷത്തോടും മൃഗീയ ഭൂരിപക്ഷത്തോടെ അവർ വീണ്ടും വരും, സംശയമില്ല. നമുക്ക് വേണ്ടത് മുസ്ലിം സമുദായത്തിന്റെ വിജയമല്ല, ഇന്ത്യയുടെ വിജയമാണ്. അത് മുസ്ലിമിന്റെ വിജയം കൂടെ തന്നെയാണ്. അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. ഇനി നാലാമതൊരു ശത്രുവുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നാലാമത്തെ ശത്രു പ്രതിസന്ധി ഏതെന്നറിയോ? ഹബീബായ നബി തങ്ങൾ പറയുകയാ, വശൈത്താനു യുദില്ലുഹു നിങ്ങളെ പിഴപ്പിക്കുന്ന ശൈത്താനാ. മറക്കല്ലേ, 5 പ്രതിസന്ധികളുടെ നടുവിലാണ്. അൽ മുഅ്മിനു ബൈന ഖംസി ശദായിദ. 5 പ്രതിസന്ധികളുടെ മധ്യയാണ് ഒരു മുഅ്മിൻ. അതിൽ ഒന്ന് അവന്റെ അസൂയക്കാരനായ കൂട്ടുകാരൻ മുഅ്മിൻ തന്നെയാണ്. രണ്ടാമത്തേത് അവനോട് ദേഷ്യം കാണിക്കുന്ന മുനാഫിക്കാണ്. കൂടെ നിൽക്കുമെങ്കിലും അവന് കുഴി തോണ്ടുന്നവനാണ്. മൂന്നാമത്തേതോ അവനോട് യുദ്ധത്തിന് വരുന്ന ശത്രുവാണ്. നാലാമത്തേത് റസൂലുള്ള പറയുന്നത്, നാലാമത്തേത് ശൈത്താനു യുദില്ലുഹു. നിന്നെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശൈത്താനാണ്. നിന്നെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശൈത്താനാണ്. ഇതിൽ ഏറ്റവും വലിയ കുഴപ്പമാണല്ലേ. മൂന്നാമത് പറഞ്ഞാൽ നമുക്ക് തിരിച്ചറിയുന്നുണ്ട്, നമ്മൾ വീട്ടിൽ കയറ്റാതിരിക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊക്കെ നടത്തുന്നുണ്ട്, ഒക്കെ ശരിയാ. പക്ഷേ എന്നിട്ട് പോലും അവനെക്കാളും വലിയ ശത്രുവായ ശൈത്താനെ നമ്മൾ പിടിച്ച് പോക്കറ്റിട്ടിരിക്കാൻ ഇപ്പോഴും. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അവരല്ലേ. കേട്ടോ, അള്ളാഹുവിന്റെ മുമ്പിൽ വന്നിട്ട് ശൈത്താൻ പറഞ്ഞു ശൈത്താനെ പടച്ചവന്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, എന്റെ ശത്രു മനുഷ്യനാണ്, എന്റെ ശത്രുവിനെ നീ ആദരിച്ചിട്ടുണ്ട്. അള്ളാഹു തന്നെ പറഞ്ഞല്ലോ, വലഖദ് കറംനാ ബനി ആദമ, മനുഷ്യനെ നാം ബഹുമാനിച്ചെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് അല്ലാഹുവേ, എന്റെ ശത്രുവിനെ നീ ബഹുമാനിച്ച് ആദരിച്ചതല്ലേ. അതുകൊണ്ട് എനിക്ക് അവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും വരം തരണം. അല്ലാഹു പറഞ്ഞു, അതിനെന്താ? ലാ യൂലദു ലക വലദുൻ ഇല്ലാ ലാ യൂലദു ലഹു വലദുൻ ഇല്ലാ വുലിദ ലക വലദു. എടാ മനുഷ്യൻ ഒരു പെണ്ണ് പ്രസവിക്കുമ്പോ നിനക്കും ഒരു കുഞ്ഞുണ്ടാകും പോരെ. ഒരു സ്ഥലത്തൊരു പെണ്ണ് പ്രസവിച്ചാൽ ശൈത്താൻ ഒരു കുട്ടി കൂടെ ഉണ്ടാവുകയാണ്. കാരണം എന്താണ്?
പിഴപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല ഒരു ശൈത്താനെ നിങ്ങൾക്ക് അല്ലാഹു കൂടെ തന്നിരിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ എന്നോടൊപ്പം ഒരു ശൈത്താനുണ്ട്. ആയിഷ ബിവിയോട് നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, ഓരോ മനുഷ്യന്റെ കൂടെയും ഒരു ഖരീനുണ്ട്, അടുപ്പക്കാരനുണ്ട്. അവനാണ് അവനെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു മലക്കുമുണ്ട്, ആ മലക്ക് നന്മയിലേക്ക് കൊണ്ടുപോകും. നബി തങ്ങളോട് ആയിഷ ബിവി ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ശൈത്താൻ എങ്ങനെ നിങ്ങളെ പിഴപ്പിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, എന്റെ കൂടെയുള്ള ശൈത്താൻ മുസ്ലിമാണ് മോളെ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ശൈത്താൻ ഏത് മതക്കാരനാണെന്ന് പറയാൻ പറ്റൂല. ഏതായിരുന്നാലും നമ്മളെ പിഴപ്പിക്കാൻ ഒരു ശൈത്താനെ നമ്മൾ പ്രസവിക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ കൂടെ അല്ലാഹു തആല തരികയാണ്. ആ സമയത്ത് ശൈത്താൻ പറഞ്ഞു, പോരാ അല്ലാ, അത് പോരാ പടച്ചവനെ, പോരാ അല്ലാഹുവേ, എനിക്കൊരു കുഞ്ഞുണ്ടാകുന്നു, ആദമിനൊരു കുഞ്ഞുണ്ടാകുമ്പോ എനിക്കും ഉണ്ടാകുന്നു, ശരി തന്നെ. പക്ഷേ അതിൽ മാത്രം ഞാൻ തൃപ്തനല്ല അല്ലാ. രണ്ടാമതായിട്ട് അല്ലാഹു ഇബ്ലീസിന് കൊടുത്ത വരം എന്തെന്നറിയോ? എന്നാ നീ കേട്ടോ, നിനക്ക് തജ്രീ മിൻ ഇബ്നി ആദമ മജ്റദ്മി, അവന്റെ രക്തവോട്ട എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നിനക്ക് കയറിപ്പോവാനുള്ള സ്വാതന്ത്ര്യം തരാൻ പോരെ. മനുഷ്യന്റെ ശരീരത്തിൽ എവിടെയൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടോ, രക്തഓട്ടമുണ്ടോ, അവിടെ ഒക്കെ പിശാച് കൂടെ വരാൻ ഞാൻ സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്, എവിടെ വേണോ നിനക്ക് കയറി പോകാം എന്ന് പറഞ്ഞപ്പോ ശൈത്താൻ പറഞ്ഞു, കാര്യം കൊള്ളാം, പക്ഷെ അതിൽ ഞാൻ തൃപ്തനല്ല, എനിക്ക് അത് മാത്രം പോരാ, ഒന്നുകൂടെ തരാൻ പറഞ്ഞു. ആ സമയത്ത് അല്ലാഹു കൊടുക്കുകയാണ് മൂന്നാമതൊരു വരം കൂടി കൊടുത്തു ശൈത്താന്. എന്താണെന്നറിയോ? മൂന്നാമത് കൊടുത്തത് ശാരികുഹും ഫിൽ അംവാലി വൽ ഔലാദ്. ശൈത്താന് അല്ലാഹു മൂന്നാമത് കൊടുത്ത ആനുകൂല്യം ഏതെന്നറിയോ? ശാരികുഹും ഫിൽ അംവാലി വൽ ഔലാദ്. അവന്റെ സമ്പാദ്യത്തിലും അവന്റെ സന്താനങ്ങളിലും നീ പങ്കായിക്കോ. അപ്പൊ ശൈത്താൻ പറഞ്ഞു, ഇത്ര മതി, ഇത് മതി, ഈ മൂന്നാമത് പറഞ്ഞത് മാത്രം മതി എനിക്ക്. എന്താ പറഞ്ഞത്? നമ്മുടെ സമ്പത്തിൽ ശൈത്താൻ കൂടെ പങ്കാവും, നമ്മുടെ സന്താനങ്ങളിലും ശൈത്താൻ കൂടെ പങ്കാവും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ശൈത്താൻ മക്കളിൽ പങ്കാവുന്നത് എങ്ങനെയാണ്? ഒരു മനുഷ്യൻ ബിസ്മി ചൊല്ലാതെ അവന്റെ ഭാര്യയെ സമീപിച്ചാൽ അവനോടൊപ്പം അവന്റെ ഭാര്യയെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശൈത്താൻ കൂടെ ഉണ്ടാകും. അതിൽ ഉണ്ടാകുന്ന ഒരു കുഞ്ഞ് അവന്റേതും ശൈത്താന്റേതും കൂടെയാണെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. അതാണ് പങ്കാവുന്നത്. അത് പോട്ടെ, നമുക്ക് ഇപ്പൊ ചർച്ചയ്ക്ക് വെക്കണ്ട. രണ്ടാമത് പറഞ്ഞത് ഫിൽ അംവാൽ, അവന്റെ ധനത്തിലും പങ്കാളിയാകുമെന്ന. ശൈത്താൻ നമ്മുടെ സമ്പത്തിൽ കൂടി പങ്കാളിയാകുമെന്ന് പഠിപ്പിച്ചില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, കൊട്ടാരങ്ങളെ കെട്ടിപ്പൊക്കുകയാ, പലിശയ്ക്ക് പണമെടുത്തതാണ്, പലിശയ്ക്ക് പണമെടുത്തതാണ്. വീട് വെക്കുന്ന പ്രിയപ്പെട്ടവരെ, പലിശയ്ക്ക് പണമെടുത്തിട്ട് വീട് വെക്കുന്നവന്റെ വീട്ടിനകത്തിരുന്ന് ദുആ ചെയ്തിട്ട് അർത്ഥമുണ്ടോ? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നല്ല ഏത് പറഞ്ഞാലും അല്ലാഹു സ്വീകരിക്കൂല. കാരണം അവന്റെ മൽബസും അവന്റെ മത്അമും അവന്റെ മശ്റബും അവന്റെ മസ്കനും ഹറാമാണെങ്കിൽ ഫഅന്നാ യുസ്തജാബു ലഹു, എങ്ങനെ അവന്റെ ദുആ സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര ദുആ ചെയ്താലും അവൻ തിന്നുന്നതും കുടിക്കുന്നതും ഉടുക്കുന്നതും കിടക്കുന്നതും അത് ഹറാമാണെങ്കിൽ എങ്ങനെ അല്ലാഹു ദുആ സ്വീകരിക്കും? അല്ലാഹു തന്നെ ചോദിക്കുക, ഞാൻ എങ്ങനെ സ്വീകരിക്കോടാ നിന്റെ ദുആ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പള്ളി മനോഹരമാണ്. ആ പള്ളി ഉണ്ടായാൽ മാത്രം പോരാ. ചില പള്ളികൾ അൽഹംദുലില്ലാ, പള്ളികളൊക്കെ നല്ല ഭംഗിയാണ്, നല്ല കാണാൻ നല്ല മനോഹരമായ പള്ളികളാണ് അല്ലേ? നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് താജ്മഹലിന്റെ മോഡലിൽ പള്ളി, ഷെയ്ഖ് മസ്ജിദ്. എത്ര മനോഹരമാണ്, കണ്ടു നിന്നാ നമ്മൾ ഇങ്ങനെ നിന്നു പോകും. പള്ളികൾ ധാരാളം നമ്മുടെ നാടുകളിലുണ്ട്. ഞാൻ പറയുന്നത് അവിടേക്ക് നിസ്കാരത്തിന് ആളുണ്ട് അൽഹംദുലില്ലാ, കുറവൊന്നുമില്ല. ചില പള്ളികളിൽ പോയി കഴിഞ്ഞാൽ അവസ്ഥ എന്താണെന്നറിയോ? ചില പള്ളികളിൽ പടച്ചവനെ കാണാൻ നല്ല മനോഹരമാണ് പള്ളികൾ, നല്ല രസമുള്ള പള്ളികളാണ്. ചില പള്ളികൾ കാഴ്ചയ്ക്ക് കൗതുകമുള്ളതാ, ജുമഅയ്ക്ക് പോലും പ്രാവ് നിസ്കരിക്കേണ്ടതാ. പാലില്ല പശുവിന് കാഴ്ചയിൽ രസമുണ്ട്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്, വെറും പ്രൗഢിയിൽ മാത്രം ഫലമയുന്നുണ്ട്.
പാലില്ല പശുവിന് കാഴ്ചയിൽ രസമുണ്ട്. കാണാൻ നല്ല മനോഹരമായ പള്ളിയാണ്, പക്ഷെ നിസ്കരിക്കാൻ ആളില്ല. ജുമയ്ക്ക് നിസ്കരിക്കാനും പ്രാവ് വേണം. പ്രാവ് കൂട്ടങ്ങളാണ് നിസ്കരിക്കാൻ വരുന്നത്. അങ്ങനെ ആയാ പോരാ. നമ്മുടെ നാട്ടിലുള്ള പള്ളി, ആ പള്ളി എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. നിസ്കരിക്കാൻ മാത്രമുള്ളതാണോ പള്ളി? ഇല്ല, പിരിക്കാനുള്ളതാ പള്ളി. നമ്മുടെ തർക്കങ്ങൾ തീർക്കാനുള്ളതാണ് പള്ളി. മദീനത്തുൻ നബവിയിൽ പിരിച്ചില്ലേ നബിതങ്ങൾ? മുളർ ഗോത്രത്തിൽപ്പെട്ട ഒരു വിഭാഗം ചിഞ്ഞ വേഷം ധരിച്ച് വന്നപ്പോ നബിതങ്ങളെ പള്ളിക്കകത്ത് പിരിവെടുത്തു കൊടുത്തു. വേറൊരു സഹാബി യാചനയ്ക്ക് വന്നപ്പോ വീട്ടിലുള്ളത് തിരിച്ചു പിടിച്ചിട്ട് പള്ളിക്കകത്ത് ലേലം ചെയ്തു നബിതങ്ങൾ. ഇതാർക്ക് വേണം? അയാള് വന്നിട്ട് വല്ലതും തരണേന്ന് പറഞ്ഞു. നോക്കുമ്പോൾ നല്ല തടിമാടൻ, ആരോഗ്യമുണ്ട്. എന്താണ് അഞ്ഞുവാ, എനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഒരു ജോലിയില്ല. എന്റെ വീട്ടിൽ എന്തുണ്ട്? ഒരു പുതപ്പ്, ഒരു പാത്രം എടുത്തോണ്ട് വരാന്ന് പറഞ്ഞു. ഓടിച്ചു വിട്ടു. പുതപ്പും പാത്രം എടുത്തോണ്ട് വന്നപ്പോ രണ്ടും എടുത്ത് വെച്ചിട്ട് നബിതങ്ങൾ ചോദിച്ചു, ഇതാർക്കാ വേണ്ടത്? ഒരു സഹാബി പറഞ്ഞു, രണ്ടും കൂടെ 1 ദിർഹം തരാം. നബി പറഞ്ഞു, പറ്റൂല, ലേലം വിളിക്കുക, 2 ദിർഹം തരാം. എന്നാ പിടിച്ചോ, ബിസ്മില്ലാ. കൊടുത്തു. 2 ദിർഹം വാങ്ങിയിട്ട് പറഞ്ഞു, 1 ദിർഹമിന് നീ ഒരു കോടാലി വാങ്ങ. 1 ദിർഹം കൊടുത്തൊരു കോടാലി വാങ്ങ്. എന്നിട്ട് 1 ദിർഹമിന് അത്യാവശ്യത്തിനുള്ള സാധനം വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ആ കോടാലി കൊണ്ടുപോയി ഒരാഴ്ച കാട്ടിൽ പോയി വിറക് വെട്ടി പുല്ല് പറിച്ച് മാർക്കറ്റിൽ കൊണ്ടുവന്ന് കച്ചവടം നടത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് കാണാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്ന് നബിതങ്ങളെ കണ്ടിട്ട് പറഞ്ഞു, നബിയേ, ഇപ്പൊ എന്റെ അധ്വാനത്തില് എനിക്ക് കിട്ടുന്ന ആ ഫലം, എനിക്ക് കിട്ടുന്ന പൈസ, അതിൽ വല്ലാത്ത ഒരു സുഖമുണ്ട് നബിയേ എന്ന് പറഞ്ഞു. ദരിദ്രനായ ഒരു മനുഷ്യൻ യാചനയ്ക്ക് വന്നപ്പോ അവന്റെ ആരോഗ്യ സംരക്ഷണത്തിന് തിരികെ ഒരു കോടാലി കൊടുത്തു മടക്കി വിട്ട് അവനെ ഏറ്റവും നല്ലൊരു വ്യവസായിയാക്കി മാറ്റിയ ലോകത്തിന്റെ ഏറ്റവും നല്ല കാരുണ്യത്തിന്റെ പ്രതീകമാണ് നബി മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദീനത്തുൻ നബവി, നമ്മുടെ പള്ളികളൊക്കെ ഇസ്ലാമിന്റെ സെക്രട്ടേറിയറ്റ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തർക്കങ്ങൾ അതിനകത്ത് തീർക്കണം. പള്ളിക്കകത്ത തുടങ്ങുന്നത് അടകമ്പോളങ്ങളിൽ കത്തിക്കുത്തിന്റെ തുടക്കം പള്ളിയിലെ തർക്കമാണ്. കുനൂത്ത് എവിടെ ഓതണം, വിരളി എങ്ങനെ അനക്കണം, കൈ എവിടെ കെട്ടണം എന്ന് തുടങ്ങിയിട്ട് ചർച്ചയില് കടത്തിണ്ണകളിൽ കത്തിക്കുത്ത് നടക്കുന്നതിന്റെ തുടക്കം പള്ളിക്കകത്താണ്, അല്ലേ? കടയിൽ തുടങ്ങുന്ന തർക്കത്തിന്റെ പരിഹാരം പള്ളിയിൽ അവസാനിക്കണം. അതാണ് പള്ളി. നമ്മുടെ നാട്ടിലെ ഒരു ഹിന്ദുവിന് പട്ടിണിയാണെന്നറിഞ്ഞാൽ പള്ളിയിലെ ഇമാമും കമ്മിറ്റിക്കാരും കൂടിയിട്ട് പള്ളിക്കകത്ത് നിസ്കരിക്കാൻ വരുന്നവരെന്ന് കളക്ഷൻ എടുത്തിട്ട് ആ വീട്ടിൽ പണം കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ പള്ളിക്കകത്ത് ഓതുന്ന ഖുർആൻ അർത്ഥമില്ല. ഇവിടെ ഏതെങ്കിലും ഒരു സഹോദരൻ ക്രിസ്ത്യാനി ആകട്ടെ, ഹിന്ദു ആകട്ടെ, പാഴ്സി ആകട്ടെ, ജൂതനാകട്ടെ, ആരും ആകട്ടെ, അവൻ പട്ടിണി കിടക്കുന്നത് അറിഞ്ഞിട്ട് ഈ പള്ളിയിൽ നേർച്ച നടത്തിയാൽ, ഈ പള്ളിയിൽ ഭക്ഷണം വിളമ്പിയാൽ, ഈ പള്ളിക്കകത്ത് പായസം വിളമ്പിയാൽ അത് കുടിക്കുന്നവർക്ക് സുഖം കിട്ടും, പക്ഷേ ദഹിക്കണമെന്നില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ പള്ളികൾ മനോഹരമാകേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിച്ച് എവിടെ തിരിഞ്ഞാലും നമ്മുടെ ഈ പ്രദേശങ്ങൾ, കരുനാഗപ്പള്ളി, ഇങ്ങനെ ശാസ്താംകോട്ട ഈ ഭാഗങ്ങളിൽ ചക്കുവള്ളിക്ക് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പിന്നെ അങ്ങോട്ട് പള്ളികളാണ്. പക്ഷെ നമസ്കാരത്തിന് നമ്മുടെ ചെറുപ്പക്കാർ പോണം. ഈ കാലഘട്ടം വളരെ മോശമാണ്. അതുകൊണ്ട് നമ്മളത് നന്നാകി അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ പറയാണ്, നമ്മുടെ മുന്നിലുള്ള 4ാമത്തെ ശത്രു ശൈത്താനു യുദില്ലുഹു, നമ്മളെ പഴപ്പിക്കുന്ന ശൈത്താനാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമസ്കാരത്തിൽ നിന്ന് അലസതയോടെ മാറ്റി നിർത്തുന്ന ശൈത്താന്റെ ജോലിയാ. കാരണം നിന്റെ പണത്തിൽ, നിന്റെ സമ്പാദ്യത്തിൽ ശൈത്താൻ കൂടെ ഷെയറാണ്. അവനും കൂടെ നിന്റെ കച്ചവടത്തിൽ പങ്കാണ്. അതുകൊണ്ട് തന്നെ നിന്നെ പിഴപ്പിച്ചുകൊണ്ടിരിക്കാൻ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമസ്കാരം കഴിഞ്ഞേ ഉള്ളൂ ബാക്കി എന്തും. എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരം കഴിഞ്ഞേ ഉള്ളൂ ബാക്കി എന്തും. ഇനി നിങ്ങൾ പെണ്ണിനെ കെട്ടിച്ചു, ശരി, ചില ആളുകൾ പറയുന്നത് എന്താ, ഞാൻ പെണ്ണിനെ കെട്ടിച്ചില്ലേ, പള്ളിക്ക് കൊടുത്തില്ലേ, പള്ളി വെച്ച് കൊടുത്തില്ലേ, നോമ്പ് പിടിക്കുന്നില്ലേ, ഇഫ്താർ നടത്തുന്നില്ലേ, ഒക്കെ ചെയ്യുന്നുണ്ട്. ശരിയാണ് എന്റെ പൊന്നാര സഹോദരങ്ങളെ, ഇതെല്ലാം കൊണ്ട് വണ്ടി വിളിച്ച് നേരെ സ്വർഗത്തിന്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കാനേ പറ്റുള്ളൂ. കാരണം താക്കോലെടുത്തില്ല, ചാവി കയ്യിലില്ല, എങ്കിലല്ലേ തുറന്ന് കയറാൻ പറ്റൂ. ചാവി ഏതാ? അസ്സലാത്തു മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ താക്കോല് നിസ്കാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അതുണ്ടെങ്കിലേ അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. ഇനി വേറെ എന്തില്ലെങ്കിലും നമുക്ക് കയറാൻ പറ്റുമോ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, നിസ്കാരം ഉണ്ടെങ്കിൽ. കാരണം ആദ്യ നിർബന്ധമായത് നിസ്കാരം, ഏറ്റവും അവസാനം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നത് നിസ്കാരം, ഏറ്റവും ആദ്യം ഖബർ ചോദ്യം ചെയ്യപ്പെടുന്നത് നിസ്കാരം. ആകെ നമുക്ക് അധികമായി ചെയ്യാൻ കഴിയുന്ന നിസ്കാരമല്ലേ ഉള്ളൂ. ആയുസ്സിൽ ഒറ്റവട്ട ഹജ്ജ് ഉംറയും, വർഷത്തിൽ ഒരിക്കൽ നോമ്പ്, വർഷത്തിൽ ഒരിക്കൽ ഉണ്ടെങ്കിൽ സക്കാത്ത്. പിന്നെന്താ നമ്മൾ അള്ളാഹു കൊടുക്കുന്നത്? 24 മണിക്കൂർ 24 മിനിറ്റ് അള്ളാഹുവിന് 17 റക്അത്ത് ഇതല്ലേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതും ഇല്ലെങ്കിൽ പിന്നെ നമ്മളാരാ?
വല്ലാദിയാത്തി ലബഹ ഫൽമുരിയാത്തി ഖദഹ ഫൽമുഗീറാത്തി സുബഹ ഫാഖർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ ഇന്നൽ ഇൻസാന റബ്ബിഹി ലകനൂദ്. പ്രഭാതമാകുമ്പോൾ പൊടിപടലങ്ങൾ പാടിപ്പിച്ച് പടർക്കളത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന പടക്കുതിരയെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന റബ്ബിഹി ലകനൂദ്. അവൻ നന്ദി കെട്ടവനാണ്, മനുഷ്യൻ നന്ദി കെട്ടവനാണ്. വഇന്നഹു അലാ ദാലിക ലശഹീദ്. അവന്റെ വിഷയത്തിൽ അവൻ ഇതിലൊക്കെ സാക്ഷിയാണെന്ന് പറഞ്ഞാൽ വീട്ടിൽ അണ്ണാച്ചി പാല് ഇറക്കാൻ വരുമെങ്കിൽ അവന് പ്രത്യേക റൂം കൊടുത്ത് കിടക്കാൻ വസ്ത്രം കൊടുത്തു, ഭക്ഷണം കൊടുത്തു. ഒരു ദിവസം അവൻ കിടന്നുറങ്ങി, പാല് കറന്നില്ല, നമ്മൾ അന്ന് അവന് ആഹാരം കൊടുക്കൂല. ഇല്ലേ? അള്ളാഹുവിന് നമ്മൾ സുജൂദ് ചെയ്യാതിരുന്നാലും അള്ളാഹു ഇരട്ടി ഇരട്ടി ഭക്ഷണം തരുന്നു. നിസ്കരിച്ചിട്ട് കല്യാണം കഴിഞ്ഞ് നിസ്കരിച്ചിട്ട് ആടിത്തുരത്തി പോകുന്നവന് ജാപ്പാട് നഹി. ഇത് നിസ്കാരം ഇല്ലാതെ കല്യാണം കഴിഞ്ഞവനെ എടുത്തു പിടിച്ച് ഓടി പോകുന്നവന് 2 പ്ലേറ്റ് ബിരിയാണി. ഇല്ലേ? അള്ളാഹു നമുക്ക് ചെയ്യാത്തവൻ അധികം തരും, ചെയ്യുന്നവനല്ല കൊടുക്കുകയില്ല. അതാണ് പടച്ചവൻ, അതാണ് പടച്ചവൻ. നമ്മളാണെങ്കിലോ ചെയ്യാതിരുന്നാ കൊടുക്കൂല, ചെയ്താൽ നമ്മൾ അധികം കൊടുക്കും. ഇതാണ് അള്ളാഹ് അങ്ങനല്ല. അതുകൊണ്ട് ഇവിടെ കിട്ടുന്നതെന്ന് കാര്യമാക്കണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമ്മുടെ ഇബാദത്തുകൾ നമ്മൾ കാര്യമാക്കുക. നിസ്കാരം ഒരു ലഹരിയാകട്ടെ. നമ്മുടെ നമസ്കാരം നമുക്ക് ലഹരിയായി കഴിഞ്ഞാൽ കള്ളുഷാപ്പിലെ കള്ളുകുടിയന്മാരും വ്യഭിചാരശാലയിലെ വ്യഭിചാരികൾ പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന സുഖത്തെക്കാൾ സുഖം ഏറ്റവും മാമരം കോച്ചുന്ന തണുപ്പത്ത് ഐസ് വെള്ളം കൊണ്ട് ഒന്നുവെടുക്കുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞത് സൂഫിയാക്കളാണ്. അള്ളാഹു നമ്മളെ ആ ഒരു അർത്ഥത്തിൽ എത്തിക്കുമാറാവട്ടെ. നിസ്കരിക്കുന്ന സഹോദരൻ, ഞാൻ എന്റെ FB-യിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മത്സരം നടക്കുന്ന, ഒരു യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു കോളേജിലെ ഒരു സ്കൂളിലെ ഒരു പെൺകുട്ടി അല്ലാഹുവേ ആഗ്രഹിച്ചു പോയി, ആ മോള് നമ്മുടെ മോളായിരുന്നെങ്കിലും, നമുക്ക് ജനിച്ച മകളായിരുന്നെങ്കിലെന്ന്. കൂട്ടുകാരികളൊക്കെ കളിക്കുന്നു, പാടുന്നു, ആടുന്നു, ചാടുന്നു, ഓടുന്നു. അതിനിടയിൽ ഒരു കാർട്ടൂണിന്റെ ഒരു ഭാഗം വിരിച്ചിട്ട് പൊന്നുമോള് നിന്ന് നിസ്കരിക്കാം, 7 വയസ്സുണ്ടാവൂല. ആലോചിച്ചു നോക്കിയേ. കാണുമ്പോ ആ മകൾക്ക് എന്ത് സമ്മാനം കൊടുക്കുമെന്ന് നമ്മൾ ആശങ്കപ്പെട്ടു. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ അങ്ങനെ ആക്കി തരട്ടെ. നിസ്കാരം നമുക്കൊരു ലഹരിയായാൽ അത് നിസ്കരിച്ചില്ലേ ഒരു വിറയല് വരും. കുടിച്ചില്ലെങ്കിൽ ചില ആളുകൾക്ക് വിറയല് വരും. ഈ ബീഡി വലിക്കുന്നവർക്ക് സമയാകുമ്പോൾ വലിച്ചില്ലെങ്കിൽ വിറയല് വരുന്നത് പോലെ നിസ്കാരം കൃത്യമായി ചെയ്യുന്നവന് ആ സമയത്ത് നിസ്കരിക്കാൻ പറ്റില്ലാത്തൊരു വിറയല് വരും. ദേഷ്യമൊക്കെ. അങ്ങനെ ഒരു ലഹരിയിലേക്ക് നമുക്ക് എത്തിച്ചേരണം. അതിന് ശൈത്താനെ അള്ളാഹു തആല നശിപ്പിക്കാനുള്ള എല്ലാ അവസരങ്ങളും അള്ളാഹു നമുക്ക് തരട്ടെ. ഇനി 5ാമതൊരു പ്രതിസന്ധിയുണ്ട്. അത് പറയുമ്പോഴേക്കും 11 ആവും. 9 മണി 11 ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്തു. 5ാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പ്രതിസന്ധി ഏതാ? 5ാമതായി റസൂലുള്ളാഹി പറഞ്ഞ പ്രതിസന്ധി ഏതാ? ഈ പറഞ്ഞ 4 ഭീകരമാണ്. അസൂയക്കാരനായ വിശ്വാസിയേക്കാൾ, ഏറ്റവും വലിയ കോപമുള്ള മുനാഫിക്കിനേക്കാൾ, നിന്നെ കൊല്ലാൻ നടക്കുന്ന ശത്രുവിനേക്കാൾ, നിന്റെ ഏറ്റവും വലിയ പിഴപ്പിക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പിശാചിനേക്കാൾ ഏറ്റവും വലിയ ശത്രുവാണ് 5. വനഫ്സുനു തുഗ്വി. വഴല് തീർന്നിട്ട് പോകാമെന്ന് നിന്നോട് മലക്ക് പറയുമ്പോ ഇല്ല ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നിന്റെ ശരീര ഇച്ഛ നിന്നെ കൊണ്ടുപോകുമ്പോ അതാണ് 5ാമത്തെ ശത്രു. ഒന്ന് സുബഹിക്ക് എഴുന്നേക്കാമെന്ന് ചിന്തിക്കുമ്പോ മനസ്സ് പറയുന്നു വേണ്ട, നല്ല തണുപ്പല്ലേ, കുറച്ച് കഴിഞ്ഞേക്കാം. അലാറം കേട്ടു. 5 മിനിറ്റ് ഇടവിട്ട് അലാറം കേൾക്കുമ്പോ ഓഫാക്കി വെച്ച് നീ എഴുന്നേറ്റത് 8 മണിക്കാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാ ശത്രുവിനേക്കാളും ഭീകരനായ ശത്രു നിന്റെ ശരീര ഇച്ഛയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, അമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി. അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ ഭയപ്പെടുന്ന ഒരാൾ, വനഹൻ നഫ്സാനിൽ ഹവാ. അവന് ശരീര ഇച്ഛയോട് പോരാടി വിജയിച്ചു കഴിഞ്ഞാൽ ഇന്നൽ ജന്നത ഹിയൽ മഅവാ. അവൻ അഭയസ്ഥാന ജന്നത്തുൽ മഅവാ, അഭയസ്ഥാന സ്വർഗമാണത്രേ. കൈകൊണ്ട് തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ അല്ലാഹുവിന്റെ സുഖലോലുപ സ്വർഗം നിനക്ക് അഭയമാ. എന്തു ചെയ്താൽ? നിന്റെ ശരീര ഇച്ഛയ്ക്ക് കടിഞ്ഞാണിട്ടാൽ, നിന്റെ ശരീര ഇച്ഛയ്ക്ക് കൂച്ചുവലങ്ങിട്ടാൽ, നിന്റെ ശരീര ഇച്ഛയെ പിടിച്ചു നിർത്തിയാൽ, നിന്റെ മനസ്സെന്ത് പറയുന്നു അതിന് വിരുദ്ധമായി നീ ചെയ്താൽ,
അനസ് എന്ന സഹാബിയാണോ സംശയമുണ്ട്. ഏതോ ഒരു സഹാബി കയ്യിൽ ഇറച്ചിയുമായി വന്നപ്പോ നബി ചോദിച്ചു, എന്താ കയ്യിലുള്ളത്? നബിയെ, കുറച്ചിറച്ചിയാ. എന്താ ഇപ്പൊ അത് വാങ്ങാൻ കാരണം? വല്ലാതെ മനസ്സ് കൊതിക്കുന്നു നബിയേ, ദിവസങ്ങളോളം എന്റെ ആഗ്രഹമാണ് ഇച്ചിരി ഇറച്ചി കഴിക്കണമെന്ന്. ആ സമയത്ത് നബിതങ്ങൾ പറയുന്നു, മനസ്സ് കൊതിക്കുന്നതെല്ലാത്തിനും വഴങ്ങിക്കൊടുക്കല്ലേ, മനസ്സ് കൊതിക്കുന്നതെല്ലാത്തിനും വഴങ്ങിക്കൊടുക്കല്ലേ. നമ്മുടെ മനസ്സ് പറയുന്നതിനെതിരായി നമ്മൾ ചെയ്യാൻ കഴിയോ? അവിടെയാണ് നമുക്ക് ജീവൻ വരുന്നത്, അവിടെയാണ് നമ്മുടെ മാറ്റുയർത്തപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ശത്രുവിനെ പരിചയപ്പെട്ടോ. അവനെ വഴികേടിലാക്കുന്ന ശരീരേച്ഛയാ. അല്ലാഹു പറഞ്ഞല്ലോ, ഖദ് അഫ്ലഹ മൻ സക്കാഹാ. അതിനെ ഏറ്റവും നല്ല പരിപാവനമാക്കിയവന് വിജയിച്ചവനാ. വഖദ് ഖാബ മൻ ദസ്സാഹാ. അതിനെ മാലിന്യത്തിൽ തള്ളിയവന് പരാജയത്തിലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മുഅ്മിൻ ഈ 5 പ്രതിസന്ധികളുടെ നടുവിലാണ് ജീവിക്കുന്നത്. ഇന്നലകളിലും അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെ, എന്നും അങ്ങനെ തന്നെ. അതുകൊണ്ട് കരുതിയിരുന്നോ, ജാഗ്രതയെ, ജാഗ്രതയെ. അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ. നമ്മുടെ ഈമാനെ അല്ലാഹു പരിശുദ്ധ